ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ റെസിപ്പി ആയിട്ടാണ്. കോളിഫ്ലവർ കഴിക്കാതിരിക്കുന്ന കുട്ടികളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും കോളിഫ്ലവർ കഴിപ്പിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കമോൺ. കോളിഫ്ലവർ നമ്മളിങ്ങനെ പീസാക്കി മുറിച്ചെടുക്കും. ഇതൊക്കെ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുക്കിയെടുക്കാൻ മീൻസ് ജസ്റ്റ് ഒന്ന് അത്ര വലുതായിട്ട് പുഴുങ്ങൊന്നും വേണ്ട. തിളച്ച വെള്ളത്തേക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഒരു മിനിറ്റ് വെച്ചാൽ മതി. 1-2 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് എടുത്തെടുക്കാം. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തിളച്ച വെള്ളത്തേക്ക് കോളിഫ്ലവർ ഇടാം. അങ്ങനെ തിളച്ച വെള്ളത്തേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് കോളിഫ്ലവർ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ചിലവരിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് 2-3 മാക്സിമം 5 മിനിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ മോള് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. രണ്ട് കഷ്ണാവും കത്തി പീസാവും. അത് കാരണം കത്തി തൊടണ്ടാട്ടോ. പിന്നെ 2 കഷ്ണാവും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊന്നൂഷിന് ബേബീനെ തൊടാൻ പറ്റില്ല. പൊന്നൂഷിന്റെ ബാഗ് എടുക്കാൻ പറ്റില്ല. ഇതൊന്നും തൊടാൻ പാപ്പ തിന്നാൻ പറ്റില്ല. മാമ തിന്നാൻ പറ്റില്ല. കൈ മുറിഞ്ഞ എന്ത് ചെയ്യപ്പോ? അമ്മ മുറിച്ചേരാം. ഇതാർക്ക് വേണ്ടിട്ട് അമ്മ ചെയ്യണേ? പൊന്നൂച്ചനിട്ടാ എന്താ പിന്നെ ആണല്ലോ ഇട്ടാണല്ലോ. പൊന്നൂച്ചനമ്മേനെ ഇട്ടാണോ? മുറിച്ചേരാം. കൈ മുറിയൂട്ടാ. അങ്ങനെ വെള്ളം വാർത്തി അരിപ്പയിൽ ഊറ്റി വെച്ച കോളിഫ്ലവർ നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കുകയാണ്. നല്ല ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അത്രയും ചെറുതാക്കിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അതിനിടയിലൂടെ മോൾ അകത്തേക്ക് ഓടും, പിന്നെയും വരും, കഴിഞ്ഞോ അമ്മയും ചോദിക്കും. അങ്ങനെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. 2 സബോളയും പിന്നെ പച്ചമുളകും അരിഞ്ഞു വെക്കുകയാണ്. ഇത് അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ സബോളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ കോഴിമുട്ട ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 2-3 എത്രയാച്ച ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ട എടുത്തിട്ട് നമുക്കത് ബൗളിൽ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. ഉപ്പിട്ടിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ മുട്ട പൊരിക്കുന്ന പോലെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മുട്ട ചിക്കിയെടുക്കുകയാണ്. മുട്ടയും കോളിഫ്ലവറും കൂടിയിട്ട് ചിക്കിയെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കോഴിമുട്ട പൊരിക്കുന്ന അതേ ഒരു ഫ്ലേവറിൽ ടേസ്റ്റിലൊക്കെ നമുക്ക് കോളിഫ്ലവർ ആണോ ഇതെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. കുട്ടികളൊക്കെ വെറുതെ ഇരുന്ന് തിന്നും. ഇത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കോളിഫ്ലവർ വാങ്ങിക്കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് തരിക. ഇനി ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച സബോളയും വേപ്പിലയും പച്ചമുളകൊക്കെ ഇതിലിട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. നിങ്ങളും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കണം. സബോള, പച്ചമുളക്, വേപ്പിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ലപോലെ നമ്മൾ ഇളക്കിയെടുക്കണം. സബോളയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടു. വേറെ ഒന്നും വേണ്ട. ഉപ്പും ഇതിനൊക്കെ ഇടുക. ഇതിനാവശ്യമായ ഉപ്പിടുക. ഓൾറെഡി നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അനക്കം ഉപ്പിട്ടാൽ മതി.
ഇത് നല്ലപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സബോള ആയാലും മുട്ട ആയാലും ഒക്കെ കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആവശ്യാനുസരണം ഇടാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, കാരണം അത്രയും ടേസ്റ്റാണിത്. ഇനി ഉണ്ടാക്കി വെച്ച നമ്മൾ കലക്കി വെച്ച കോളിഫ്ലവർ ഈ സബോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചിക്കി എടുക്കണേ. അരിഞ്ഞു വെച്ച കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നല്ലപോലെ മുട്ട കുത്തിപ്പൊരിക്കില്ലേ, അതേപോലെ തന്നെ നമ്മളിത് കുത്തിപ്പൊരിച്ചെടുക്കുകയാണ്. ഇനി കോളിഫ്ലവർ വേവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അതിനൊരു പാത്രം വെച്ച് നമുക്ക് അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. വെന്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വയ്ക്കാം. കോളിഫ്ലവർ വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഉപ്പില്ലെങ്കിൽ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് നമ്മളത് പാകത്തിനാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ആ കോളിഫ്ലവർ അരിയേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ഒക്കെ എളുപ്പമാണ് ചെയ്യാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ചിക്കിപ്പൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. സ്വാദിഷ്ടമായ കോളിഫ്ലവർ ചിക്കിപ്പൊരി എന്നൊക്കെ ഞാനിടുന്നതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല. ഇതിന് വല്ല പേരും വല്ലവർക്കും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഞാൻ എൻ്റെ മോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കിയാലോ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയടാ. അടിപൊളിയാ? ഇഷ്ടായാ? വെൽക്കം.